ആ പറഞ്ഞു വന്നത് അമലി ബാബു നല്ല വിലല്ലേ? നമുക്ക് അമലി ഞാൻ നിന്നെ ഇത് അവസാന തടവാ ഗൈസ്. ഞാൻ നിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലവട്ടം നമ്മുടെ ഓരോ പ്രൊമോഷൻസും ഓരോ അനൗൺസ്മെൻറ്റും ഒക്കെ നടക്കുമ്പോൾ നമ്മൾ എല്ലാം സർപ്രൈസ് ആയിട്ടാണ് സാധാരണ സർപ്രൈസ് ആയിട്ടാണ് എല്ലാം വെക്കാറുള്ളത്. അതായത് ഇപ്പം എക്സാമ്പിൾ ഇപ്പം രായനൊരു പ്രൊമോഷൻ കൊടുക്കുകയാണ് കോ ലീഡറായിട്ടോ, അപ്പോൾ നമ്മൾ രായനോട് പറയത്തില്ല, മീറ്റിംഗ് വിളിച്ചിട്ട് നമ്മൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അനൗൺസ് ചെയ്യും സർപ്രൈസ് ആയിട്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞാനത് എപ്പോഴും ഒരേപോലെ ചെയ്യുന്നതിൽ കാര്യമില്ലല്ലോ. ഓ അങ്ങനെ മനസ്സിലായി. അപ്പോൾ പോവാണോ? അത് ഞാൻ അറിയിക്കാം. ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ കോ ലീഡർ ആക്കിയാലോ എന്നുള്ളൊരു ഞാനിങ്ങനെ നിന്നെ കോ ലീഡർ ആക്കിയാലോ എന്നുള്ളൊരു പ്ലാനിലിങ്ങനെ ഇരിക്കുകയാണ് ബാബു ആക്ച്വലി. അപ്പോ ഗ്യാങ്ങിന്റെ കുറച്ച് ഉത്തരവാദിത്വം കാര്യങ്ങളെല്ലാം ഭയങ്കരമായിട്ട് കൂടും, മനസ്സിലായോ? ഫുൾ ടൈം ഗ്യാങ്ങിൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. ഇനിയിപ്പോൾ ഗൺ പവർ ഗ്രൈൻഡ് ചെയ്യാനും ബാക്കിയെല്ലാം ഗ്രൈൻഡ് ചെയ്യാനും ആൾക്കാരുടെ മുമ്പിൽ നിന്ന് സെറ്റാക്കണം. ലാസ്റ്റ് വാറിലൊക്കെ ഞാൻ നോക്കിയപ്പോൾ 3 പിക്കൊക്കെ എടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു കോ ലീഡറിന് വേണ്ട എല്ലാ ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട് നീ. വെടിവെക്കുന്നത് അതാണ്. അതുകൊണ്ടായിരിക്കാം സത്യം കണ്ടോ. അപ്പോ നമ്മളെ പറഞ്ഞ സത്യം പറഞ്ഞ സാധാരണ എല്ലായിടത്തും അനൗൺസ് ചെയ്തിട്ട് അവസാനമായിരിക്കും ഈ സർപ്രൈസ് കൊടുക്കുന്ന ആളറിയണേ. ഷിദിയ നേരെ ഇത് നീ മാത്രമേ അറിയുള്ളൂ. ബാക്കി ആരും അറിയത്തില്ല തൽക്കാലം, മനസ്സിലായ? ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ട് അനൗൺസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇരിക്കുന്നത്. ഓ അങ്ങനെ മനസ്സിലായി. അപ്പൊ ഞാൻ ഇപ്പൊ എൻട്രി ചെയ്യണം. ഇപ്പം ലീഡർ ആവാൻ പറ്റൂല എന്തായാലും. നിനക്കെന്ത് ലീഡർ സ്ഥാനത്തിനോട് ഇത്ര? അങ്ങനെയല്ല പറഞ്ഞ മുരളി. ഇല്ല, ഒരിക്കലും എന്നെ ആ സ്ഥാനം തിരുത്തല്ലേ എന്ന് ഞാൻ പറഞ്ഞു വരുമായിരുന്നു. എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പറഞ്ഞു വന്നെന്ന് പറഞ്ഞാ ഇപ്പൊ സരക്കാണേലും സരക്ക് കോ ലീഡറാണ്, പെണ്ണുങ്ങളെ മൊത്തത്തിൽ കംപ്ലീറ്റ്ലി ഒഴിവാക്കി. ഇപ്പോൾ സരക്കിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ പൊക്കോണ്ടിരിക്കുക. ഇപ്പൊ ചന്ദ്രനാണേലും വല്ലപ്പോഴും ആണ്ടിലൊരിക്കലാണ് ഈ പറയണ പോലെ അലീനയൊക്കെ കാണാൻ പോണത്. രാൻ കംപ്ലീറ്റ്ലി ഒരു പെമ്പിള്ളാരും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ കോ ലീഡറിലേക്ക് നെക്സ്റ്റ് വരുന്ന ഒരാളെന്ന് പറയുമ്പം എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഒരു പ്രേമം പോലും ഇല്ലാത്ത ഒരാൾ, ജീവിതത്തിൽ പെണ്ണെന്ന് കേട്ടാൽ അറക്കണം, അതുപോലത്തെ ഒരാളായിരിക്കണം, ജോക്കിയൊക്കെ പോലത്തെ ഒരു ആളായിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അപ്പോൾ നീ ഇന്നോട്ട് മീൻസ് അതുപോലെ ആണോ ഈ ഒരു മാസം? എന്നാൽ കറക്റ്റ് ഞാൻ ഒരു 2-3 ആഴ്ച നോക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ അനൗൺസ് ചെയ്യും. അങ്ങനെ ലീഡറാക്കോ? നീ ആദ്യം കോ ലീഡറാ, വന്നിട്ട് നമുക്ക് ലീഡറാക്കാം. പെണ്ണിനെ ഒഴിവാക്കിയാൽ മതിയോ? രാവിലെ ഒഴിവാക്കണോ രാത്രി ഒഴിവാക്കണോ? ഫുൾ ടൈമാ. മള്ളി ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. അയ്യോ ഇപ്പൊ വിളിക്കാമേ. ഒരു മിനിറ്റ് മള്ളി ആറ്റ് നോട്ടിരുന്ന് മള്ളി. ഒരു വർഷത്തിന് ശേഷം ഞാൻ എൻട്രി ചെയ്തു മള്ളി. ലീഡറാണ് മള്ളി. എനിക്കതാണ് വലുത്, മനസ്സിലായില്ലേ? നമ്മുടെ കുടുംബത്തിന്റെ കാര്യം നോക്കാൻ ഒരു അവസരം കിട്ടിയാൽ ഞാൻ എന്തിനും ബാക്കിയെല്ലാത്തിനും പോണം അല്ലേ? ഒരു പെണ്ണിന് വേണ്ടി എന്റെ മുമ്പിൽ കരയുന്ന ബാബുനെയാണോ ഞാൻ ഈ കാണുന്നേ? അല്ലല്ല, കരഞ്ഞതല്ല മള്ളി. ഇത് മറ്റേ ആനന്ദാശ്രു ഒരു കുടുംബത്തിന് വേണ്ടി ഒരു പെണ്ണിനെ ഒഴിവാക്കിയ ബാബു. ആ കണ്ണീരാണ് മള്ളി എന്റെ കണ്ണി കണ്ടത്. ആണല്ലേ? പെണ്ണുങ്ങളെ വേണമെന്നുണ്ടോടാ നമ്മുടെ ഇവിടെ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. 2-3 വർഷമായിട്ട് എന്റെ വലത്ത് നീയും ഇടത്ത് ആരെങ്കിലും ഒക്കെ ആയിട്ട് നമ്മൾ 2-3 വർഷമായിട്ട് പോയില്ലേ? പെണ്ണുണ്ടായിട്ടാണോ ഞാൻ 3 വർഷം ഇവിടെ ജീവിച്ചേ? നീ തന്നെ പറ. ഇല്ലായിരുന്നാ?
അയ്യേ, ആരുണ്ടായിരുന്നു? നീ ഒന്ന് പറഞ്ഞേ, ആരുണ്ടായിരുന്നു? ഒന്ന് കേക്കട്ടെ. ഒറ്റ സെക്കൻഡ്. എലി, കൺമണി, മലർമേസ്, എഡ്ഡർ, കണി, ഇനി ഒരു 3 പേരും കൂടെ ഉണ്ടായിരുന്നല്ലോ. കുക്കു. ഇത് ഇവരാരും ഇല്ലായിരുന്നോ? നിനക്ക് എത്ര കൊല്ലമാണ് എന്റെ പുറകെ നടക്കണ്? നീ എന്റെ കൂടെ എത്ര നാളായിട്ട് നടക്കണ്? നിനക്ക് ഇപ്പോഴും എന്നെ മനസ്സിലായിട്ടില്ല? നിനക്ക് എന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ല? മനസ്സിലായി. എന്ത്? ആരാ എന്നെ എന്തിനാ ഇങ്ങനെ ഇരുത്തിട്ട്? ആരാ എനിക്ക് മനസ്സിലാവില്ല. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നേ? എന്താ? എടാ, എന്നെ മനസ്സിലായിട്ടില്ല? മനസ്സിലായി. ജീജി അല്ലേ? എടാ മനസ്സിലാവണില്ല. മുരളി ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ മുരളി ആരാണെന്ന് എനിക്ക് മനസ്സിലായി. ആരാണ്? പരിന്ത് ബാജു. എടാ ഇത്രയും വർഷം പല പെണ്ണുങ്ങൾ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ തന്നെ പറഞ്ഞ് കൊറേ പെണ്ണുങ്ങളുടെ പേര് പറഞ്ഞ്. എനിക്ക് പെണ്ണുങ്ങളാണ് വലുതെന്നെങ്കിൽ, പെണ്ണുങ്ങളായിരുന്നു വലുതെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു പെണ്ണിനെ കെട്ടി എപ്പോഴേ സെറ്റിലായി പോത്തില്ലായിരുന്നോ? നീ അതെന്താണ് ആലോചിക്കാത്ത? അതാണ് എന്റെ ഇതാണ്. നീ എന്താണ് അത് ആലോചിക്കാത്തെ? അപ്പൊ ഞാനും അങ്ങനെ ചെയ്താ പോരെ? ഞാനും കിട്ടുന്നില്ല. എടാ മനസ്സിലാവല്ലേ? നീ അങ്ങനല്ല, അങ്ങനെ ചെയ്യരുത്. ഉത്തരവാദിത്തം കൂടി വരുവാ. ഉത്തരവാദിത്തങ്ങൾ അപ്പം ഡൈവേർട്ട് ആവും. ഞാൻ ഡൈവേർട്ട് ആയതുകൊണ്ടാണ് മലയെ കൊണ്ട് വണ്ടി ഡൈവേഴ്സ് അല്ലടാ, ഡൈവേഴ്സ് ഒക്കെ. പിന്നെ നമുക്ക് എന്തിനാടാ ഈ പെണ്ണൊന്നും വേണ്ടടാ ബാബു, സത്യം പറഞ്ഞ വേണ്ടടാ. കുക്കു ഈ സിറ്റിയിലുള്ള ഒരു കൊച്ച്, ജിം ട്രെയിനർ, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ ഒരു ബന്ധവുമില്ല നമുക്ക്. നീ ആര്യ വിളിച്ചിട്ട് കാര്യം പറ. ചന്ദ്രൻ സിനിമാറ്റിക്സിലൊക്കെ ഫ്രണ്ടില് 2 സീറ്റിൽ മെന്നി ആക്റ്റീവ് ആക്കി. ഹലോ ആര്യ. ഹലോ ആര്യ, ഇങ്ങോട്ട് വരാൻ പറ. ഹലോ ഹലോ ആര്യ, കേക്കാവോ? കേക്കണില്ല മുരളി. കേക്കാവല്ലോ. ഇല്ല കുട്ടി കേട്ടൂടാ. എനിക്കൊരു ഹലോ 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 Hello. ആരാ? I'm nobody. എന്തൊരു? I'm nobody. I'm calling you back right there. I'm calling you private number. I wanted to kidnap you. ഓ, ഏത് സമയത്ത് കിഡ്നാപ്പ് ചെയ്യണം? നൗ. ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് വരുമോ? ഞാൻ റെഡിയായി നിൽക്കാം. ഒന്നും കഴിച്ചില്ല. അല്ല കുഴപ്പമില്ല, ഞാൻ കഴിച്ചിട്ട് റെഡി ആയിട്ട് ഒരുങ്ങി നിൽക്കാം. പെട്ടിയൊക്കെ എടുത്ത് നിൽക്കാം. എന്നിട്ട് ആ സമയം പറ, അവിടെ വന്ന് കിഡ്നാപ്പ് ചെയ്തു കേട്ടോ. കിഡ്നാപ്പ് ചെയ്യാൻ പെർമിഷൻ മെസ്സേജ് ഒക്കെ അയച്ച് സെറ്റ് ചെയ്തല്ലേ? മെസ്സേജോ? ദൈവമേ, മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ദൈവമേ സാധനത്തിന്റെ മണ്ടയ്ക്ക് കൂടെ പാണ്ടിലോറി കയറണേ. ഈശ്വര ദൈവമേ, മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറെ ഒരു നെവർ മൈൻഡ് മൈ കാൾ. വിളി. നീ എന്റെ അടുത്ത്. ഹലോ ആര്യ, എവിടെയുണ്ട്? ബാബു വെച്ച് ഈ സാധനം നോക്കി.
ഹലോ ആര്യ പറയൂ വാസന. മുതുക്കില് ബീച്ച് സൈഡ് ഒന്ന് വരാൻ പറ്റുമോ? ബീച്ച് സൈഡ് ഓക്കെ, ഒന്ന് ലൊക്കേഷൻ ഇടാമോ? നേരത്തെ നിന്ന സ്ഥലം, നേരത്തെ നിന്ന സ്ഥലത്ത് തന്നെ താഴെ നമ്മള് ബീച്ച് സൈഡ്. അതാ കണ്ട് ഇതാ വരുന്നു. ആര്യ കാണാന്തോ, എനിക്ക് ഇവിടെ നിന്ന് കാണാൻ, തിരിഞ്ഞു നോക്കാൻ പറ്റത്തോ? അതാണ് കൊച്ചി. ഓ അത്രയും ദൂരത്തൊക്കെ കണ്ടുപിടിക്കല്ലേ നിനക്ക്? എടാ ഞാനൊരു ഒറ്റമൈന പുണ്ടയായിട്ട് മറ്റേ മുതുക്കിൽ നിന്ന് മറ്റേ 1/2 മണിക്കൂർ ഇരുന്ന് പ്രസംഗിച്ച്, അന്നേരം നീ എന്നെ കണ്ടായിരുന്നോ? എന്റെ ചന്തി കണ്ടിട്ട് നിനക്ക് മനസ്സിലായിരുന്നു ഞാനാന്നത്? ഞാൻ കണ്ടില്ല മള്ളി, തട്ടിനെ കണ്ടെങ്കിൽ ഞാൻ വരാതിരിക്കോ? ആര്യ വിളിച്ചപ്പോഴത്തേക്ക് ഒരു ജനം വരണേ. അതങ്ങനെയാണടാ, ഈ ചില ആൾക്കാരുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും. ഭാഗ്യത്തിന് ഇത് ബാക്കിയുള്ളവരെ പോലെയല്ല, പെൺപിള്ളേരേ ഉള്ളൂ. വരുന്നെങ്കിൽ ഇതെന്താ ഒന്നിടത്ത് ഒന്ന് ഫ്രീയാ? ആര്യ ഒന്ന് പേഴ്സണൽ ആയിട്ട് സംസാരിക്കണമായിരുന്നു. അല്ല ഈ കുട്ടിയുടെ അടുത്ത് ഒന്ന് മാറിക്കാൻ പറയാം. അതെന്റെ അനിയത്തിയാ. അയ്യോ അനിയത്തി അല്ല, അത് മാറ്റർ ആണ്. അനിയത്തി അറിഞ്ഞാൽ ചിലപ്പം ജോക്ക്. ബാബു പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞോടാ. അതില് ആര്യക്കിന്ന് ദിവസം ഏതാണെന്ന് അറിയാവോ? 10-ാം തീയതി. 10-ാം തീയതി മല്ലി. പിന്നെ ഇന്ന് 10 മല്ലി നേരത്തെ 7-ാം തീയതി പറഞ്ഞിട്ട്. ഇന്ന് സാറ്റർഡേ 10-ാം തീയതി. ഇന്ന് 10-ാം തീയതിയാണ്. മല്ലി എന്നെ പറ്റിച്ചതാണല്ലേ 7-ാം തീയതി പറഞ്ഞിട്ട്. അതെന്ത് അല്ല 7-ാം തീയതി പറഞ്ഞ നമുക്കൊരു 10-ാം തീയതി ആവട്ടെ. എടാ 7-ാം തീയതി അയച്ചു എന്നാണ് പറഞ്ഞത് പൈസ, മനസ്സിലായ? ഇന്ന് 10 ആയി. ഓ 7-ാം. ഓ പറയാനുള്ളതൊക്കെ പറഞ്ഞു. അതെ ഇന്ന് 10-ാം തീയതി അല്ലേ, നാളെ 11 മള്ളി. നാളെ പറഞ്ഞല്ലോ, നാളെ 1-1-2. നമ്പർ. അയ്യോ ആര്യ അതായത് എനിക്ക് കുറച്ച് വിളിക്കണം തോന്നുന്നു. ഒരു സെക്കൻഡ്. പ്രിയമ്മ പറഞ്ഞു മള്ളി എന്റെ മള്ളി എനിക്ക് പറയാനൊരു മള്ളി ഒന്ന് തുടങ്ങി തരുമോ? എടാ നീയല്ലേ എന്റെ അടുത്ത് അതിനടുത്ത് എന്ത് സംസാരിക്കണ്ടെന്ന് വിളിച്ചു വരുത്തു. എനിക്ക് വിളിക്കാൻ മടിയാന്ന് പറഞ്ഞത്. ഞാൻ വിളിച്ചപ്പോ എന്ത് അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നത്? എന്തോ ഒരു മണി പൊറോട്ട നാടകം കളിക്കുന്ന പോലെ. ആര്യ അതായത് മലയാളി പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാബു പറയുന്നത് അതെ ഞാനിപ്പൊ പറയുന്ന മലയാളി എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, കുടുംബത്തിലെ പ്രധാന ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കാൻ സമയമായി. ഇനിയിപ്പോ അതേപോലെ കളിച്ച് ചിരിച്ച് നടന്നാൽ പോരാ, കുറെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം. അപ്പോ ബ്ലേമിക്കാനൊന്നും നിനക്കിനി സമയം കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നീ ആ കൊച്ചിന്റെ അടുത്തും കൂടെ ഒന്ന് പറയണമെന്ന് പറഞ്ഞു. ബാബുവിന്റെ തീരുമാനം ഒന്ന് പറഞ്ഞേ. അല്ല ഞാൻ പറഞ്ഞല്ലേ? അതെ. അപ്പോ മലയാളി ഹെലികോപ്റ്റർ കൊറേ കണ്ടിട്ടുണ്ട്. ഗ്യാങ്സ് 2-3 കിടപ്പുണ്ട്. ഷിപ്പ് അപ്പാപ്പന്റെ പഴയ ഒരു അപ്പാപ്പനുണ്ട്. അപ്പാപ്പന്റെ അമ്മ സുമതി അമ്മയുടെ ഷിപ്പാണത്. ഇവിടെ സംസാരിക്കാം. ബാബുവിന്റെ തീരുമാനം എന്താണെന്നാണ് കുട്ടി ലാസ്റ്റ് ചോദിച്ച ചോദ്യം. അവിടെയാണ് നമ്മൾ നിർത്തിയത്. എന്താ ഈ കുട്ടിയുടെ കാര്യത്തില് ബാബുവിന്റെ തീരുമാനം എന്താണ്? ഭാഷണം പറഞ്ഞത് അവള് കേട്ടു എന്ന് പറഞ്ഞ് ബാബുവിന്റെ തീരുമാനം എന്താണെന്ന് പറഞ്ഞിടത്താണ് നമ്മളത് നിർത്തിയത്. അതായത് ഞാൻ കുറച്ച് നേരത്തേക്ക് ഇപ്പൊ എന്തായാലും ഈ ഉത്തരവാദിത്തം തലയിൽ വെക്കാൻ ആണ് ഞാനും ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇത് മറ്റാർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടാവുമോ എന്നാണ് എന്റെ ഇപ്പോഴത്തെ ഒരു ചിന്ത. അതെ, അപ്പൊ ഞാനാണ് ബാബു, രണ്ടും മലയാളിയാണ്. നമ്മളിപ്പോ പോയിട്ട് വരട്ടെ? മള്ളി പറഞ്ഞോ മള്ളി. ഹലോ കുട്ടി, അല്ല ഇതിന് തീരുമാനം ഉണ്ടാക്കിയിട്ട് ഇപ്പൊ അല്ലടാ നീ അങ്ങനല്ല കുട്ടി. നിനക്ക് ടി വി ആണോ വലുത്, ഈ കുട്ടിയാണോ വലുത്? നിന്ന് സംസാരിക്കണ്ടേ? ഞാൻ പറഞ്ഞതുപോലെ ടി വി കുടുംബമാണ് എനിക്ക് എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി. അത് എന്റെ ജീവൻ അങ്ങനെയാണ് നിലനിന്ന് പോകുന്നത്. അത് ആർക്കറിയാലോ. അതെന്നും അങ്ങനെ തന്നെ ഉണ്ടാവും എന്നാണ് മലയാളി എന്റെ അടുത്ത് പറയാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല മലയാളി എന്റെ അടുത്ത് പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ തോന്നി ഞാൻ വീണ്ടും ആര്യോട് പറയുന്നത്. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോ.
ആ തീരുമാനം ഉണ്ടായല്ലോ. ആദ്യം കുടുംബമാണോ വലുത്? ആ ആ അത് പണ്ട് ബാബു പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ, അത്രേ ഉള്ളൂ. അരി പോയിട്ടോ. ഓക്കെ ബൈ ബൈ. ബൈ ബൈ. പറഞ്ഞു ഞാൻ കുടുംബമാണോ വലുതെന്ന് പറയാൻ വരല്ലേ. ഇനി ഇവളുടെ കൂടെ നിന്നെ കണ്ട അന്ന് നീ ടിവിയുടെ പുറത്താ. മള്ളി അങ്ങനെയല്ല മള്ളി, ഞാൻ ഒരു കാര്യം ചോദിക്കല്ലേ മള്ളി. ഈ കൊച്ചങ്ങാനും മള്ളി എന്റെ അടുത്തോട്ട് വന്നാലോ? ഒഴിവാക്കി വിടണം. അതെങ്ങനെ ഒന്നും പറഞ്ഞല്ലോ. ഇപ്പൊ ഞാനാണ് ആര്യ മള്ളിയുടെ അടുത്തോട്ട് വരണേ എങ്ങനെ? എന്റെ അടുത്തോട്ട് വാ. ഹലോ ബാബു. ബാബു ബാബു ഡാർലിംഗ് പറ. എന്താ മിണ്ടേ? അതിന്റെ മിണ്ടാറ്റേ മിണ്ടാത്തോന്താ മലയാളി ഞാനായിട്ട് അഭിനയിക്കും. എന്തിനാ മലയാളിയായിട്ട് അഭിനയിക്കുന്നേ? എന്തിനാ എന്നെ ഇങ്ങനെ irritate ചെയ്യുന്നത്? എന്താ ഈ ഭൂമിയിൽ ഇത്രയും പേരില്ലേ? എന്തിനാ ഞാൻ മല അഭിനയിക്കണ്ട? കൊള്ളൂല, ശരിക്കും അറിഞ്ഞൂടെ പറഞ്ഞോ. ഞാൻ പറഞ്ഞു ഇങ്ങനെ നിന്റെ കൂട്ട് അഭിനയിക്കല്ല, ഇങ്ങനെ അഭിനയിക്കണമെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോണത്. ആര്യായിട്ട് ചിണി വാ. എന്താ ഇതൊക്കെ നടക്കണ? ഈ ബാബു എന്താ എന്നോടൊന്നും മിണ്ടാത്തത്? നീ എന്തിനാ എന്നിങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? പറഞ്ഞു പെങ്ങളെ. ബംഗളോ? പറഞ്ഞു കേട്ടി. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, എനിക്കിപ്പോ ഗ്യാങ്ങിന്റെ കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പണ്ടത്തെ പോലല്ല ഫുൾ ടൈം. ഇപ്പൊ ഞാൻ സിറ്റിയിൽ ഒരു 3 മണിക്കൂറാ വരുന്നെങ്കിൽ എനിക്ക് 3 മണിക്കൂറും ഗ്യാങ്ങിന്റെ കാര്യങ്ങൾ തന്നെ നോക്കാനേ സമയമുള്ളൂ. എനിക്ക് അതിനിടയ്ക്ക് പ്രേമിക്കാനും പെമ്പിള്ളാരുടെ പുറകെ നടക്കാനും എനിക്ക് സമയമില്ല. അല്ല ബാബു, എനിക്ക് വേണ്ടി കാത്തിരിക്കാന്ന് പറഞ്ഞാൽ എത്ര വർഷം വേണോ ഞാൻ കാത്തിരിക്കാം? അങ്ങനെ കാത്തിരിക്കാനൊന്നും പറ്റത്തില്ല. അത് കാത്തിരിക്കുന്ന കാര്യമൊന്നുമല്ല. ഞാൻ എത്ര വർഷം കഴിഞ്ഞാലും ഫ്രീ ആവത്തില്ല. ഇപ്പൊ എനിക്ക് കോ ലീഡർ കിട്ടി. നാളെ വാസുവിനെ തട്ടിയിട്ട് എനിക്ക് ലീഡർ ആവാൻ പറ്റിയാലോ? അങ്ങനെയാണെങ്കിൽ ബാബു ഹലോ ചോദിക്കാൻ വന്നതാ. ചോദിക്കുക അതെന്തിനാ ചോദിക്കുക. ഇത് ബാബു മുഴുവൻ കാണാതെ വന്നത് അതാ. ഹലോ വാസോണ, ഞാൻ മീൻ പിടിക്കാൻ ഇറങ്ങി. എന്തൊരു നിങ്ങളവിടെ? ബാബു ഞാൻ ബാബു. ഇത് ആര്യ. ഇതാണ് ആര്യ. വെറുത്ത് പോയി. ഇനി കല്യാണം വേണ്ട ജീവിതത്തിൽ. മിന്നിനെ ഷർട്ട് ഇട്, ഇല്ലെങ്കിൽ ആര്യയുടെ മുതുമുത്തച്ചിയാണെന്ന് പറയും. എടാ നീ എന്റെ എന്തിനു തോന്നി കിടക്കുന്നത് പിന്നെയാണ്? വന്ന വഴി പോയടാ, കടല് നീതി പോയ 30 സെക്കൻഡ് തയ്ക്കും പിന്നെയാണ്. 30 സെക്കൻഡ് മനസ്സിലായി. നടക്കണേ മെന്നിയത് ഞങ്ങളൊരു ഇത് സെറ്റാക്കിയതാണ്. അതായത് ഞങ്ങളൊരു റോൾ ഒന്ന് എങ്ങനെ അഭിനയിക്കണം. മെന്നെ കോ ലീഡർ ആവാൻ താല്പര്യമുണ്ടോ? പിന്നെ അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ ഒരു പയ്യ ഇവിടെ നിപ്പുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി, ഈ കോ ലീഡർ ആവുന്ന പറഞ്ഞാൽ ഒരു ഗേൾസുമായിട്ട് ഒരു ഇന്ററാക്ഷനോ കമ്മിറ്റ്മെന്റ്സോ ഒന്നും പാടില്ല. ഗേൾസ്, ഐ ഹേറ്റ് ഗേൾസ്. ശരിക്കും ഗേൾസ് ആർ മൈ എനിമീസ്. ശരിക്കും
മള്ളി എന്ന് പറഞ്ഞാൽ തന്നെ I get 1000 times girls. അങ്ങനെയാണെങ്കിൽ I don't like girls. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ രണ്ടുപേരില് ആ ഗേൾസിനെ പറ്റി അവരെ ഒഴിവാക്കുന്ന രീതിയിൽ നല്ല ഇത് പറയണത് ആരാണോ അവരെ ഞാൻ തിരഞ്ഞെടുക്കാം. ഫസ്റ്റ് ചാൻസ് മെന്നി പറഞ്ഞോ. മള്ളി ഞാൻ ഇങ്ങനെ ചാൻസിന് വേണ്ടിയാണ് മള്ളി ഞാൻ അപ്പൊ ഇത്രയും നേരം ഒരു കാത്തിരുന്നത്. ലൈനിനെ ഒഴിവാക്കി വിടണം. അങ്ങനെയല്ല ഒരു പെൺകുട്ടി നിങ്ങളുടെ അടുത്ത് വന്നാലും ഒഴിവാക്കി വിടും എന്നല്ലെങ്കിൽ പെൺപിള്ളേർ നിങ്ങളുടെ ജീവിതത്തിൽ ബാധകമല്ല എന്നുള്ള ഇതിലെ ഒരു നല്ല സ്റ്റേറ്റ്മെന്റ് എൻ്റെ അടുത്ത് രണ്ടുപേരിൽ ആരും നന്നായിട്ട് പറയുന്നു. മള്ളി അത് പെണ്ണ് കിട്ടുന്നവരോട് പറഞ്ഞാൽ പോലും ഇത് എന്തിനാ നമ്മൾ രണ്ടുപേരും അല്ലാതെ ഒരാളോട് സംസാരിക്കണേ? ബാബു ഇതിൽ ഇവനെ പങ്കെടുപ്പിക്കാൻ പറ്റൂല. എങ്ങനെയാണ് ബാബുവിനെ? ബാബു അതെ മള്ളി നമ്മള് മൂഞ്ചി തെറ്റിയിരുന്ന സമയത്തെ മെന്നീസ് ഏഞ്ചൽസ് എന്ന് പറഞ്ഞ് 10 പെണ്ണുങ്ങളുടെ വേലസി നടന്നവനാണ്. അവനെ ആ കാര്യത്തിൽ കുറച്ചാണ് അതൊക്കെ പണ്ട് ഞാൻ ചത്ത്. വാസുണ്ണ അത് മാത്രം മതി. മെന്നീസ് ഏഞ്ചൽസ് അവസാനം എന്ത് തുടങ്ങാൻ? വാസുണ്ണ ഒരു പെങ്കൊച്ചിനെ വെറുപ്പിക്കാനല്ലോ പറഞ്ഞത്. ഞാൻ എന്റെ ഫുൾ ഏഞ്ചൽസിനെ വെറുപ്പിച്ച മെസ്സേജ് ഹലോ കുക്കു there is a decision from TBA no more girls for TBA we are not ഫോൺ വെക്ക്. സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് കുക്കു എന്നെ സീരിയസ് കാര്യം സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ എടുക്കുമ്പോ എന്റെ അടുത്ത് പെർമിഷൻ ചോദിക്കണം. അല്ല ആര് വിളിച്ചാലും കുക്ക് വിളിച്ചാലും എലി വിളിച്ചാലും ആര് വിളിച്ചാലും മനസ്സിലായല്ലോ. പെണ്ണുങ്ങളെ വിളിക്കണം അറിയാമോടെ? കഷ്ടം. നമ്പർ ചെയ്തിട്ടില്ല മലയാളി അതാണ് പ്രശ്നം. പറഞ്ഞോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഞാൻ എന്റെ ഒരൊറ്റ പെങ്കുച്ചിനല്ല വാസുണ്ണ 22 പെമ്പിളരെ ഉറപ്പിച്ച സ്റ്റേറ്റ്മെന്റ് ആണ് വായിക്കാൻ പോണത്. ഓക്കേ കേക്കട്ടെ. മെന്നി ചത്തു. ഇന്ന് മുതൽ ഏഞ്ചൽസ് ഇല്ല, ഓൺലി ഡീമൻസ്. ഇനി എന്റെ ജീവിതം വാസു അണ്ണന് സ്വന്തം, എന്റെ പിള്ളേരുടെ ബൈ ഫോറെവർ നെവർ കോണ്ടാക്ട് എവർ. എങ്ങനെയുണ്ട്? കൊള്ളാം. കോൾ വരുന്ന കട്ട് ചെയ്തോട്ടെ. കട്ട് ചെയ്തോ. ഇനി നിന്റെ പറ. എങ്ങനെയാണ് ഏഞ്ചൽസ് പിരിച്ചു വിട്ടത്? നിന്റെ പറ ബാബുവിന്റെ. ബാബു ആകിയ ഞാൻ ടിവിയുടെ ഗോളിയുടെ ഒരു മിനിറ്റ്. ഹലോ മലയാളിയുടെ പെർമിഷൻ ചോദിച്ചോട്ടെ. മലയാളി ഫോൺ എടുത്തോട്ടെ. നീ എടുത്തു കഴിഞ്ഞിട്ട് നീ എന്തിനാ പെർമിഷൻ ചോദിക്കുന്നത്? ഇവന്റെ ഞാൻ ഫോൺ ഫ്ലൈറ്റ് മോഡ് ചെയ്തിട്ടെ മലയാളി. എനിക്ക് ഇന്ന് പോലെ ഫോൺ വേണ്ട. കടലിലെറിയാനേ എന്തെങ്കിലും ഞാൻ റേഡിയോയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളാം. ഓക്കെ ഫോൺ പോ. ഗോൾ ലീഡർ മള്ളി അപ്പൊ നീ ഒന്ന് കോലീഡർ എന്നൊന്ന് പറഞ്ഞേ. ഗോൾ ലീഡർ കണ്ട ഇതുപോലും പറയാറുണ്ട്. എങ്ങനെ വരുന്നുണ്ടല്ലോ സിറ്റിയിലോട്ട്. അതൊരു വലിയൊരു കാര്യം. എനിക്കിത് കോമ്പറ്റീഷൻ ആയിട്ട് എടുക്കാൻ താല്പര്യമില്ല. വേണ്ട കാര്യം അതാണ്. മനസ്സിലായോ? ഗോൾ ലീഡർ ആകിയ ഞാൻ ഗോൾ ലീഡർ ആയിട്ടില്ല. ഗോൾ ലീഡർ ആവാൻ പോകുന്ന ഞാൻ ടിവിയെ ഇവിടെ ജുത്തും മൊഡലും മൊലാലിയുടെ സ്നേഹവും സ്വത്തുക്കളും എല്ലാം മൊലാലിക്ക് വേണ്ടി കാട്ടുചൂടിക്കുമെന്നും ആയതിനാൽ സ്ത്രീ നമുക്ക് എന്നും ഒരു തലവേദനയാണ്. നമ്മുടെ തൊട്ട് അപകരിക്കാൻ സാധ്യത ഉള്ളതിനാലും ഒരു സ്ത്രീയുമായി പോലും ഒരെണ്ണമായിട്ട് പറ്റുമോ? പറ്റില്ല. ആരുമായും യാതൊരു ബന്ധവും വെച്ച് പുലർത്തില്ലെന്ന് വളരെ തലയിലൊരു സത്യം ചെയ്യണം. എന്റെ തലയിലല്ല, നിന്റെ തല. ലീഡർ ആവും അങ്ങനെയാണെങ്കിൽ. സ്വർണം തീർന്നു. സത്യം സത്യം സത്യം. ഈ വാക്ക് ബാബു തെറ്റിക്കുകയാണെങ്കിൽ ഇവന്റെ സാമാനത്തിന്റെ മണ്ടക്കൂടെ ലോറി കയറി ഇറക്കണം. ഞാൻ റോഡില് സാമാനം വെച്ചോണ്ട് നടക്കാറില്ല. എന്നാലും ഇത് നീ തെറ്റിച്ച നിന്റെ സാമാനത്തിൽ കൂടെ ലോറി കയറണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മിന്നി, എനിക്ക് ചോദിക്കാനുള്ളത് നിന്റെ അടുത്താ. ഹലോ പറഞ്ഞോ. ഹലോ ബാബു ചേട്ടൻ്റെ ഒരു കാര്യം പറഞ്ഞോട്ടെ. പേഴ്സണലാണ്, ഒന്ന് മറിക്ക് സംസാരിക്കാവോ? അല്ല കുഴപ്പമില്ല. ഇതിപ്പോ മലയാളി കൂടെ നിൽക്കുക. പുള്ളി ഇനി അറിയാതെ പോകത്തില്ല. അങ്ങനെ ടൈപ്പാണ്. ആര്യ അവിടെ കിടന്ന് കരയുന്നുണ്ട് കേട്ടോ. ഏതാര്യ? ഇങ്ങനെയൊക്കെ മനസ്സിൽ കുത്തിയൊക്കെ സംസാരിക്കാവോ? ഞാൻ എന്തെങ്കിലും മനസാക്ഷിയൊക്കെ ഉണ്ട്. മനസാക്ഷിയൊക്കെ ഉണ്ട്. അത് ഇന്നും എന്റെ ഉള്ളിൽ അങ്ങനെ തന്നെ ഇരിക്കും. വെളിയിൽ കാണിക്കത്തില്ല.
അതെ കുക്കു ഉണ്ട്. കുക്കും കരയട്ടെ, അതെ നശിച്ചു പോട്ടെ. കുക്കു കരയുന്നുണ്ട്. ആര് കരഞ്ഞാലും എനിക്ക് ഇവിടെ ഒന്നുമില്ല. സ്ത്രീ- ആര് കരഞ്ഞാലും ഒരു പ്രശ്നമില്ല. അതെ, ഇനി എനിക്ക് സ്ത്രീകളുമായി യാതൊരു ബന്ധവുമില്ല. ഇനി വിളിച്ചെടുക്കൂല എന്നൊക്കെ പറയുന്നുണ്ട്. ആ എടെ, ബ്രോക്ക് എന്തെങ്കിലും മെസ്സേജ് പറയാനുണ്ടെങ്കിൽ മെസ്സേജ് ആയിട്ടേക്ക്. ഓക്കെ ഇങ്ങോട്ട് വിളിച്ചാലും കോൾ ഇങ്ങോട്ട് വിളിച്ചെടുക്കാൻ വിളിച്ചാലും പറ്റത്തില്ല. എടുക്കത്തില്ലെന്ന് പറഞ്ഞേരം. ഇങ്ങോട്ട് വിളിച്ചാലോ? തിരിച്ചു കുക്കു ആ അങ്ങോട്ടൊന്ന് കാണണോന്ന് പറഞ്ഞു. ആര്യ ഒരാൾക്കും കാണില്ല. മലയാളി പറഞ്ഞെന്ന് പറഞ്ഞാൽ കുക്കും ഇല്ല, ഇനി ഒരു പൊക്കവും ഇല്ല. പോവാൻ പറ. ശരി, വസണ്ണെ കാണണമെന്നാ പറഞ്ഞേ. ആർക്ക്? മലയാളി തന്നെ പറയുന്നത് ഇത്. കുക്കുവിന് മലയാളി ഇനി സ്ത്രീകളെ പേര് വാഗൊണ്ട് പറയത്തില്ലെന്ന് പറഞ്ഞു. നമ്മൾ തമ്മിൽ ഇപ്പൊ ഒരു തീരുമാനം എടുത്തതേ ഉള്ളൂ. കുക്കു ആണേലും കൊക്കു ആണേലും കൊക്കാണേലും ഇപ്പൊ എന്തായാലും എനിക്ക് കാണാൻ പറ്റത്തില്ല. അതെ, ഇപ്പോഴും നല്ല മലയാളി, എപ്പോഴും കാണാൻ പറ്റത്തില്ല. ആ. സൗകര്യക്കുറവുണ്ട്. അത്രേ ഉള്ളൂ, സൗകര്യങ്ങളുണ്ട്. അമ്മയുണ്ട്. അമ്മ കാണാം, അമ്മ അമ്മ കാണാം. കാണാം. അമ്മ എന്നും അമ്മയായിരിക്കും. അമ്മയെ കാണാം. പക്ഷെ മക്കളില്ലാതെ വരണമെന്ന് പറയണ കേട്ടോ. മക്കളില്ലാതെ വരാൻ പറ. അല്ല അമ്മയ്ക്ക് കാലൊക്കെ വയ്യാതെ, അപ്പൊ അപ്പുറത്തയക്കുന്നേ. അപ്പൊ അമ്മയ്ക്കോട് വരുമ്പോഴേക്ക് വയ്യ. ആ ഞങ്ങൾ അമ്മയെ കണ്ടോളാം. അമ്മയെ കണ്ടോളാം. വാസോണ വീട്ടിലേട്ടൊന്ന് വരാവോ? പറ്റുമോ? ഞങ്ങള് അങ്ങോട്ടൊന്ന് ക്ഷണിക്കാനൊക്കെ. അങ്ങോട്ട് വരാം, അങ്ങോട്ട് പോരാം ബ്രോ. ഒരു 5 ഒരു 5 മിനിറ്റ്. വീട്ടിൽ കാണുമല്ലോ ആ അല്ലേ? കാണും. ആ ഓക്കെ ശരി. ഓക്കെ. പെണ്ണ് 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 എല്ലാത്തിനും പെണ്ണ്. മടുത്ത് മലയാളി ഇനി ഇടിച്ചെടുക്കുമെന്ന് എനിക്ക് ഇന്നലെ അറിയായിരുന്നു. എന്താ മലയാളി ഇനി ഇടിച്ചെടുക്കുമെന്ന് എനിക്ക് ഇന്നലെ അറിയായിരുന്നോ? എന്താ നിന്നെ കോലിഡർ? അതുകൊണ്ടേ അല്ല, അങ്ങനെയല്ല, പെണ്ണ് ഒഴിവാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്നലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു. എന്ത്? മലയാളി പറഞ്ഞില്ല എനിക്കൊരു ഭാര്യയും മക്കളും ഉണ്ടെന്ന്. ആ. ഞാൻ പറഞ്ഞത് ശരിക്കും എന്റെ ഭാര്യയും മക്കളും അല്ല, മലയാളിയുടെ ഭാര്യയും മക്കളും ആയിരുന്നു. മലയാളി പണ്ട് കാശ്മീരായിരുന്നു. കാശ്മീരിൽ നിന്റെ അച്ഛനായിരുന്നു. മൊത്തം പറഞ്ഞോട്ടെ, കാശ്മീരിലായിരുന്നു. അങ്ങനെ ഒരു നാൾ മലയാളി നാട്ടിലോട്ട് വരുന്ന സമയത്ത് മലയാളിയുടെ ഭാര്യയും കുടുംബത്തിനെ നാട്ടിൽ നിന്ന് ആൾക്കാർ കണ്ട് മലയാളിയാണ് അതെന്ന് മനസ്സിലാക്കി ഇവിടുന്ന് ഒരു ലോഡ് വണ്ടി നിറയെ ആൾക്കാർ കാശ്മീരിലോട്ട് പോയി. അവിടെ മലയാളിക്ക് ഒരു വലിയ വളർത്തുനായി ഉണ്ടായിരുന്നു. പിന്നെ ഇവര് മലയാളി അവിടെ നിന്ന് കുടുംബത്തിന് പ്രജനാവൂന്നും പറഞ്ഞ് മലയാളി നാട്ടിലോട്ട് വന്നു. എന്നിട്ട് നാട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ബാബു നിന്റെ നാട്ടിലോട്ട് എന്റെ ഭാര്യയും കൊച്ചുങ്ങളെയും മാറ്റാൻ പറ്റുമോ? അങ്ങനെ ഞാൻ അവരെല്ലാം എന്റെ നാട്ടിലോട്ടാക്കി. മലയാളി ഇവിടെ വന്നിട്ട് ആ കൊക്കയും ഫാക്ടറി കത്തിച്ചു എന്ന് പറഞ്ഞു. കഴിവറ മോനെ, നിന്നോട് ലിയോ 10 വട്ടം കാണാൻ പോരെന്ന് ഞാൻ പറഞ്ഞു തന്നേ. നീ ആദ്യം സരക്കിന്റെ കൂടെ പോയി കണ്ട്, അത് കഴിഞ്ഞ് നിന്റെ കൂട്ടുകാരുടെ കൂടെ പോയി കണ്ട്. അന്നേ എനിക്കറിയായിരുന്നു നീ ഇത് ഇതിനകത്ത് കൊണ്ടുവരുമെന്ന്. വേറെ വഴിയില്ലായിരുന്നെന്ന് ഞാൻ അയച്ചു തരാം. ഫോട്ടോയുണ്ട് അതിന്റെ. ഒരു മിനിറ്റ് മല്ലി, ഇത് കുക്കുവിന്റെ അടുത്തും എല്ലായിടത്തും പറയുന്നുണ്ട്. മല്ലി കുക്കുവിനെ വരപ്പിക്കണ്ട കേട്ടോ, അത് ഓൾറെഡി വരച്ച്. മല്ലിതാ ഞാൻ അയച്ചിട്ടുണ്ട് ഫോട്ടോ. മലയാളി കാശ്മീരിലെ കൊച്ചുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ. കഴിവറ മോനെ, ഇത് നീ ആർക്കൊക്കെ കൊടുത്ത്? അല്ല, ഇത് അരിക്ക് കൊടുത്തിട്ട് ഇത് എല്ലായിടത്തും കൊടുത്തേക്കാൻ പറഞ്ഞു. അരി എന്നെക്കാട്ടി വലിയ പശുവായിരുന്നു മലയാളി. യെല്ലോ പേജ് ഇട്ട് ഇത് യെല്ലോ പേജ് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്നാണ് എന്റെ വിശ്വാസം മലയാളി. ഇത് യെല്ലോ പേജ് പോസ്റ്റ് ചെയ്യാൻ പറ്റൂല മലയാളി. ഞാൻ ചുമ്മാ പറഞ്ഞതായിരിക്കും കേട്ടോ. ഹലോ, നിങ്ങളൊക്കെ ഇവിടെ എങ്ങനെ നിപ്പുണ്ടോ? ഹലോ ഹലോ, കേക്കാവോ? ആ വാസണ്ണ ഇപ്പൊ കാണാം. വാസണ്ണ, ആ, എനിക്ക് കുറച്ച് പരാതികളുണ്ട്. പറഞ്ഞോ. എന്റെ ജെട്ടി ഒരു ഊരിക്കുണ്ട്. എനിക്കിപ്പോ ഈ ഒരു ഒറ്റ വണ്ടിയേ ഉള്ളൂ. കംപ്ലീറ്റ് കൊണ്ടുപോയി VIP എടുത്തേക്ക് ഒരു ഊരി കണ്ടുപിടിച്ച് സമയം കഴിഞ്ഞവരിന്ന് മനസ്സിലാക്കി എല്ലാം കൊണ്ടുപോയി. എന്റെ മൊത്തം ഗ്യാങ് വണ്ടിയും ദേവക്കുട്ടി ഗിഫ്റ്റ് തന്നൊരു വണ്ടി മാത്രം ഉണ്ട് എന്റെ കയ്യില്. എനിക്കിതാ ഇത് മാത്രമാണല്ലോ. നിങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ട് കൊള്ളാം, അല്ലാതെ വണ്ടി എടുത്ത് എത്താൻ പോലും പറ്റൂലായിരുന്നു. മലയാളി ഇനി 10,000 കൊടുത്താലും തരൂലെന്ന് പറയും മലയാളിക്ക്. ഓർമ്മ ഉണ്ടോ ഡയലോഗ്? ബാബു, എടാ ആ. ഞാൻ ഒരു കാര്യം പറയട്ടെ മെന്നി, ആ ഓ ഇനി എത്ര രൂപ കൊടുത്താലും എനിക്ക് സിയോണില് പ്രീമിയം കിട്ടൂല. എന്ത് അതങ്ങനെ അതങ്ങനെ ഒരു ഡയലോഗ് അടിച്ച് തന്നല്ലേ? ഇവിടുത്തെ അഡ്മിനോട് ഡിസ്കോഡിൽ പോയൊരു ഡയലോഗ് അടിച്ച്
കാശ് നഷ്ടമായിരുന്നു എന്തിനു അല്ല അത് പറയില്ല അത് പറയില്ല ബാക്കി ഞാൻ പറയണില്ല ഒരു കയ്യെഴുത്ത് പറ്റിയതാണ്. ഇനിയിപ്പോ ഇത് എടുക്കേണ്ടി വരും തോന്നണില്ല. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, മള്ളി ഒരു 22 ദിവസം എനിക്ക് പെൻഡിങ് ഉണ്ടായിരുന്നല്ലോ. അത് ഈ ആഴ്ച തരാന്ന് പറയാം. മുരളി വരാതിരുന്നോണ്ടാ തരാത്ത, വരുമ്പോ തരാന്ന് പറഞ്ഞ്. എടാ അത് വരാതിരിക്കുമ്പോ ഇട്ടൂടെടാ അത്. അതിലൊരു ത്രില്ലില്ല. അവർക്ക് ത്രില്ല് വന്ന് വന്ന് 2 ദിവസം കേറിയാലേ തരുള്ളൂ അത്. വണ്ടി 2 ദിവസം ആക്റ്റീവ് ആണെങ്കിൽ തരും, ഇല്ലേ അതോടെ നിർത്തി പോകണം പറഞ്ഞത്. കോമ്പറ്റീഷൻ എന്തിനാ? എനിക്കാണ് ഇവ എന്തിനോ പ്രാക്കി എന്റെ ഇടുക്കിയിലൊരു ജീവ അടിച്ചു പോയി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞ ബാബു സീരിയസ് ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. മെന്നി തൽക്കാലം മെന്നി എടുത്തൂടെ പറയുക. ഓക്കെ, ബാബുവിനെ കോ ലീഡറായിട്ട് പ്രൊമോട്ട് ചെയ്തു. ഒന്നുമില്ല, കളിപ്പില്ല, എനിക്ക് വർക്കുണ്ട്, ജോലിയുണ്ട്. മെന്നി കേക്ക് ആദ്യം കേക്ക്. ബാബുവിനെ നമ്മൾ ആക്ച്വലി കോ ലീഡറായിട്ട് പ്രൊമോട്ട് ചെയ്ത്. അപ്പോൾ ഇനി കുഞ്ഞിയുടെ കാര്യങ്ങൾക്കും ബാക്കി കാര്യങ്ങൾക്കും ഒന്നും ബാബുവിനെ വിളിച്ചുകൊണ്ട് പോകരുത്. അവൻ അതിൻ്റെതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടർഫ്, ഈ പറയണ ബോഗ്, ഇതെല്ലാം പ്ലാൻ ചെയ്യുന്നത് ബാബുവാണ്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ വെറുതെ നോക്കണ്ടല്ലോ അതിനെപ്പറ്റി. അതാ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ബാബുവാണ് ഇപ്പം ഈ കംപ്ലീറ്റ് ഉത്തരവാദിത്തം. അവന് ഇനി ഗ്യാങ്ങിൻ്റെ കാര്യങ്ങളല്ലാതെ വേറെ ഒന്നിനും നോക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് അവനെ ഡ്രാഗ് ചെയ്യാതിരിക്കുക. ഇല്ല, ഇത് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ആവശ്യമില്ലാത്തതിന് അവനെ വെറുതെ ഡ്രാഗ് ചെയ്തതാണ്. നടക്കട്ടെ. പക്ഷെ നിന്നെ കൊണ്ട് കഴിയും ബാബു, എനിക്ക് അറിയാം. ഈ പറഞ്ഞ എല്ലാം നിന്നെ കൊണ്ട് നടക്കും. ശരക്കിനെ കണ്ണു വയ്ക്കാതിരിക്കാനേ. ബാബു നീ ആ ഫോട്ടോ എല്ലാ പേജിൽ ഇട്ടല്ലേ? അല്ല, അത് യെല്ലോ പേജ് പോസ്റ്റ് ചെയ്യാൻ പറ്റൂലെന്ന് പറഞ്ഞോണ്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയതാ. മാസമാണ് ഇപ്പൊ ഈ ഡിസിഷന്റെ കാര്യം എന്തിനാണ് ശരക്കിനെ കണ്ണു വയ്ക്കാതിരിക്കാനാ? മെന്നി, ഞാൻ എന്റെ ഫൈനൽ ഡിസിഷൻ പറയാൻ പോവാണേ. ഇനി ബാബുവിനെ ആര്യ എന്ന് പറയണ പെങ്കൊച്ചിന്റെ കൂടെ ഒരു വട്ടോ ഒരു ഫോട്ടോ എങ്കിലും മുതുക്കിൽ ആരെങ്കിലും എനിക്ക് ഒരുമിച്ച് ഇരിക്കുന്നത് ആരെങ്കിലും അയച്ചു തന്ന അന്ന് ടിവിയുടെ പുറത്താണ് ബാബു. മനസ്സിലായ? ക്യാമറ വാങ്ങിക്കണം. അതിൽ കൂടുതൽ വർത്താനമില്ല. ഏതോ 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 ഇന്നലെ വന്ന പെണ്ണുങ്ങൾക്കൊക്കെ വേണ്ടിട്ട് നമ്മളെയൊക്കെ ഒരുമാതിരി ഇതാക്കണടാ മെന്നി. ഒഴിവാക്കി മുരളിക്ക് വേണ്ടിട്ട്